CPM ബോംബുകളും നുണബോംബുകളുമാണ് വടകരയിൽ പ്രയോഗിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് CPM. ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് ഉണ്ടാക്കിയതെന്ന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. എന്തായാലും RSSുമായിട്ട് സന്ധി ചെയ്തതുകൊണ്ട് RSSകാരെ കൊല്ലാനല്ല UDFകാരെ കൊല്ലാനാണ് ബോംബ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം മൻസൂർ എന്ന UDF അന്ന് തന്നെ മൻസൂർ എന്ന് പറയുന്ന പ്രവർത്തകനെ ബോംബെറിഞ്ഞ് കൊന്ന പാർട്ടിയാണ്. അതേ പാർട്ടി ഇപ്പോഴും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബോംബുണ്ടാക്കുന്നത് ഞങ്ങളെ UDFകാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ബോംബുണ്ടാക്കിയത്. അപ്പോൾ ആ ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ പുതിയ നുണ ബോംബുമായിട്ടാണ് സ്ഥാനാർത്ഥിയും CPMും വന്നിരിക്കുന്നത്. ഇത് കുറേ ദിവസം മുമ്പ് തുടങ്ങിയതാണല്ലോ. കഴിഞ്ഞ മാസം 25-ാം തീയതി ഒരു പരാതി കൊടുത്തല്ലോ. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തി. ആർക്കൊക്കെയാണ്? മുഖ്യമന്ത്രിക്ക്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക്, DGPക്ക്, SP-ക്ക്, ലോകത്തെ എല്ലാവർക്കും പരാതി കൊടുത്തു. കഴിഞ്ഞ 25-ാം തീയതി. ഇപ്പം 3 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ ഈ മുഖ്യമന്ത്രി ഒരു നടപടി അതിൻ്റെ അത് സ്വീകരിച്ചില്ലേ? LDFിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഒരു പരാതി മുഖ്യമന്ത്രിക്കും DGPക്കും കൊടുത്തിട്ട് മുഖ്യമന്ത്രിയും CPMും അല്ല മുഖ്യമന്ത്രിയും പോലീസും കഴിഞ്ഞ 3 ആഴ്ചക്കിടയിൽ ഒരു നടപടി സ്വീകരിച്ചില്ലല്ലോ. അതെന്താ സ്വീകരിക്കരുത്? ഞങ്ങൾ ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയെയും അപമാനിക്കുന്ന പ്രശ്നോദിക്കുന്നില്ല. LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ മോശം പരാമർശം നടത്തിയതിനെതിരെ ടീച്ചർ മാർച്ച് 26-ന് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയായി മുഖ്യമന്ത്രിയും പോലീസും ഒരു നടപടി എടുത്തില്ലെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. എന്നും സ്ത്രീകളെ ബഹുമാനിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കുറ്റക്കാരുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും VD സതീശൻ പാനൂർ പ്രസ് ഫോറത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, പാറക്കൽ അബ്ദുള്ള, VA നാരായണൻ, KP സാജു എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സമഗ്ര ന്യൂസ് പാനൂർ.